ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഥാൽപ്രിയ വിശ്വാസികൾ സുമുഖമായി നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 4 ഫെബ്രുവരി 2026 ബുധനാഴ്ച. ഈ മാസത്തെ 4-ാമത്തെ ദിവസം, ഈ വർഷത്തെ 35-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: ജീവന്റെ മൂല്യം മനസ്സിലാക്കുന്നവർ ആണ് വിശ്വാസികൾ. ശരിയോ എന്ന് സ്വയം ചോദിക്കുക. ജീവന്റെ മൂല്യം മനസ്സിലാക്കുന്നവരാണ് വിശ്വാസികൾ. ശരിയോ എന്ന് സ്വയം ചോദിക്കുക. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇത് എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ഇന്ന് എടുത്തിരിക്കുന്ന തിരുവചനം റോമർ 8:22. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റ് നോവോടെ ഇരിക്കുന്നു എന്നാണ്. അതായത് ജീവൻ, സപ്തസ്വരങ്ങൾ തഴുകിയെത്തുന്ന നാദമാണ് അത്. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. മനുഷ്യൻ മാത്രമല്ല, സകല ചരാചരങ്ങൾക്കും ജീവനുണ്ട്. നിലനിൽക്കാനുള്ള വരമാണ് ജീവൻ. പക്ഷേ ജീവനെ നാം എത്ര അശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജീവന്റെ മഹത്വം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ കളഞ്ഞ് കുളിക്കപ്പെടുകയല്ലേ. ജീവനെ പരിപോഷിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ദൈവം ഏൽപ്പിച്ച മനുഷ്യൻ ഇന്ന് അതിനെ ഒരു സങ്കോചവും കൂടാതെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് എവിടെയും. പരിസ്ഥിതി മലിനീകരണവും വന നശീകരണവും മുതൽ അക്രമവും കൊലപാതകവും വരെ എത്രയെത്ര സംഭവങ്ങളാണ് നാം ദിവസവും കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഒരു തുണ്ട് മാണെന്ന തിരിച്ചറിവിൽ ദുരുപയോഗിക്കപ്പെടുന്നു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. മതവൈര്യം, ഭീകരവാദം, തീവ്രവാദം, ദയവാദം, ഭ്രൂണഹത്യ, ഇങ്ങനെ വലിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. എല്ലാം ജീവനെതിരെയാണ്. ജീവൻ എന്നാൽ മനുഷ്യനാണ്. മനുഷ്യൻ പ്രകൃതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെതിരായും പ്രകൃതിക്കെതിരായും ചെയ്യുന്നത് മുഴുവനും ജീവനെതിരെയുള്ള പ്രവൃത്തികളാണ്. ജീവന്റെ മഹത്വവും മനുഷ്യത്വത്തിൻ്റെ സൗന്ദര്യവുമാണ് ഇവിടെയെല്ലാം നഷ്ടമാകുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിന്റെ സന്താനമായ കായീൻ ജീവന്റെ കാവലാളാകുന്നതിന് പകരം സഹോദരന്റെ അന്തകനാകുന്നതോടെയാണ് സൃഷ്ടിയുടെയും ജീവന്റെയും താളം തെറ്റിത്തുടങ്ങിയത്. സഹോദരന്റെ കാവൽക്കാരനാകേണ്ടവൻ അവന്റെ അന്തകനാകുന്നു. ഇന്നും അത് തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കായീൻ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ച നാം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു. ഭൂമിയുടെയും സർവചരാചരങ്ങളുടെയും കാവലാളും കാര്യവിചാരകനുമാകാനാണ് ദൈവം മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടും മനുഷ്യൻ അതിൻ്റെ എല്ലാം അന്തകനായി മാറുന്നു. എന്തൊരു വൈരുദ്ധ്യമാണിത്! മനുഷ്യൻ്റെ ആർത്തിയാണ് ഇതിനെല്ലാം കാരണം. ഭൂമിയെ മലിനമാക്കാനും വനത്തെ മരുഭൂമിയാക്കുവാനും അവന് മടിയില്ല. അവൻ്റെ ചെയ്തികൾ മൂലമാണ് മഴയില്ലാതാകുന്നതും വേനൽ രൂക്ഷമാകുന്നതും. എന്നിട്ടും തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. ഒരു വീണ്ടു വിചാരത്തോടെയും തിരിച്ച് നടപ്പോടെയും മാത്രമേ ഈ ഭൂമിയെ ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ചിന്താ അതീതവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തതുമായ ഒരു സൂക്ഷ്മ കണം മനുഷ്യൻ്റെ സ്വൈര്യവിഹാരങ്ങളെയും ജീവിതങ്ങളെയും എല്ലാം തകിടം മറിച്ച് മരണഭീതിയിൽ ആക്കിയ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് തന്നെ. ദൈവം നൽകിയ ജീവനെ ഉത്ഭവ നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ഏതൊരു അവസ്ഥയിലും കാത്തു പരിപാലിക്കുവാനും നിലനിർത്തിക്കൊണ്ടു പോകുവാനും മനുഷ്യന് കഴിയണം. കാരണം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ പങ്കുകാരാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുറവുകളുടെ പേരിൽ ഒരു ജീവനും നഷ്ടപ്പെടുത്താൻ നാം കാരണക്കാരാകരുത്. വൃദ്ധരോട് കുറെ ആദരവും കുഞ്ഞുങ്ങളോട് ഒരു കരുതലും നമുക്ക് ഏവർക്കും ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. അതൊക്കെയും എവിടെയോ പോയോ എന്ന് ഒരു സംശയം നമ്മൾ ഓരോരുത്തരും
സംശയത്തോടുകൂടി വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുമ്പോഴേ മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള ബന്ധം സദൃഢമാകുകയുള്ളൂ. അതുകൊണ്ട് ജീവന്റെ മഹത്വം തിരിച്ചറിയുവാനും ജീവന് വേണ്ടി നിലനിൽക്കുവാനും ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്, ദൈവവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ്. അപ്പോൾ ആണ് നമ്മൾ കൊലോസ്യ ലേഖനം പറയുന്നത് പോലെ സകല ജീവികളുടെയും വീണ്ടെടുപ്പ് അതുവഴി സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. സർവ്വജീവന്റെയും സർവ്വസൃഷ്ടികളുടെയും സംരക്ഷകനായി മാറുവാനുള്ള ശ്രമം നമുക്ക് ഇപ്പോൾ തന്നെ ആരംഭിക്കാം. അതിനായി ആദ്യം ജീവന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം ജീവനും വേണ്ടി നിലകൊള്ളുവാനുള്ള ദൈവിക കൃപയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജീവന്റെ സംരക്ഷകർ ആകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ജീവന്റെ കാര്യവിചാരകരാകുക, അതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട് എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത്. ആ യഥാർത്ഥ ക്രിസ്ത്യാനി ആകണമെന്നുണ്ട് എങ്കിൽ നാം വചനം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ വളരെ ഭക്തിയോടുകൂടി ആലപിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. അതിന് പ്രകാരം നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തേണ്ടതുണ്ട്. നമ്മൾ ലോകത്തെ തിരുത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ എന്ന് സ്വയം തിരുത്തപ്പെടുന്നുവോ അന്ന് ലോകം തിരുത്തപ്പെടും എന്ന് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അതിന് പ്രകാരം ജീവിക്കാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.